ഈ ചോദ്യവും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം കേട്ടാ. എന്താ കാരണം ഈ ചോദ്യത്തിൽ നിന്നാണ് എൻ്റെ ഉത്തരം വരുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു അധ്യായം എന്ന് പറയാൻ പറ്റും. ജീൻ ഡ്രസ്സെ പോലുള്ള സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഇന്ത്യയിലെ 50 കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും. മാത്രമല്ല, ഇതിനു മുമ്പ് ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഈ പറയുന്ന ആചാരപരമായ തേയില സൽക്കാരത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു. കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ, കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ, എന്തിനേറെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ പ്രതിപക്ഷം ഈ തേയില സൽക്കാരം ബോയ്ക്കോട്ട് ചെയ്തത്. കഴിഞ്ഞ 4 തേയില സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാവങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം. ഒന്നും കൂടി പറയാനുണ്ട്. ഉദകക്രിയക്കാണോ ഇവരെവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം. ഈ വലിയ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലാന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി, തിരിച്ച് പുകഴ്ത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത്? ഇത് ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പോലും, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സാമ്പത്തിക വിദഗ്ധർ, ഇവരൊക്കെ എന്നോട് ചോദിച്ച അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിലൂടെ ചോദിച്ച പ്രസക്തമായ കാര്യമാണ്. ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട്. അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള 1ാം ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം, അതിൽ 1-2 ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിനും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, 19-ന് സഭ പിരിഞ്ഞ അന്ന് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം അങ്ങനെ ഔദ്യോഗികമായി എടുത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല എന്നുള്ളതാണ് ഇടത് എംപിമാർ പ്രതികരിച്ചിരുന്നത്. അത്തരമൊരു തേയില സൽക്കാരത്തിന് പോകേണ്ട എന്ത് സാങ്കത്യമാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ സാങ്കത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കക്ഷികളും തമ്മിൽ, ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പുണ്ടല്ലോ, എത്രയോ പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നു. പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ DMK അതുപോലെ അതിന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ഒരു കളങ്കം ഇവർ ക്ഷണിച്ചു വരുത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് പാർലമെൻ്ററി പാർട്ടി നേതാക്കളുടെ യോഗമല്ലേ? കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. അവരത് ലീഡറല്ല, ഡെപ്യൂട്ടി ലീഡറല്ല, ചീഫ് വിപ്പല്ല, എന്തിനേറെ MK രാഘവനെ പോലുള്ള സെക്രട്ടറിമാരുണ്ട്. അവരാരും പോയില്ലല്ലോ. KC വേണുഗോപാൽ ബോധപൂർവ്വം പറഞ്ഞു വിട്ടതാണോ? കുടുംബത്തിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നിങ്ങൾക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്, ഗവൺമെൻറ്റിനോടൊപ്പമാണ് കുടുംബമെന്നുള്ള സന്ദേശം അയക്കാൻ പോയതാണോ? പാർലമെൻ്ററി പാർട്ടിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ലല്ലോ. ചീഫ് വിപ്പാണോ? പാർലമെൻ്ററി പാർട്ടിയുടെ ഖജാൻജിയാണോ? ഒരു ഭാരവാഹിത്വവും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ കൈയാളാത്ത പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് അവിടെ പോയി? ആ ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രധാനപ്പെട്ട DMKയുടെ, അതായത് TR ബാലു അല്ലെങ്കിൽ കണിമൊഴി പോലുള്ള നേതാക്കൾ പോയില്ല? എന്തുകൊണ്ട് അഖിലേഷ് പോയില്ല? എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കാരെ ബഹിഷ്കരിച്ചു? എന്തുകൊണ്ട് TMC ബഹിഷ്കരിച്ചു? സമാജ്വാദി പാർട്ടിയുടെ ആൾ അവിടെ പോയി അതേ തിരിച്ചറിഞ്ഞു ഇറങ്ങി. അതായത് ഇവരെ പോലും വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. ഇത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കോൺഗ്രസ് പാർട്ടി നൽകുന്നത്?